ഓൺലൈൻ സർവീസ് സെൻറ്ററിനെ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി ആളുകൾ സ്വയം തൊഴിൽ സംരംഭങ്ങളായി അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം കിട്ടാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങളായി ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ് എയ്ഡുള്ള ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് എയ്ഡ് ഇല്ലാത്ത ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സൊക്കെ കോമൺ ആയി കൊടുക്കുന്ന സർവീസസുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പലതരത്തിലുള്ള കോളേജുകൾ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ്, സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പലതരം സർവീസുകളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യലുകൾ, ആ സർവീസസ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ്, അതിൻ്റെ മറ്റു തരത്തിലുള്ള ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, അങ്ങനെയുള്ള സർവീസുകളാണ് പലപ്പോഴും ഈ ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സിനെ ഉപയോഗപ്പെടുത്തി ആളുകൾ ചെയ്യുന്നത്. ഇന്നെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സിനകത്ത് ഇത്തരമുള്ള നിരവധി സർവീസുകൾ അവെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള സർവീസസിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി അഡ്വർടൈസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രശ്നം. നമ്മളുടെ സർവീസസ് ഇതൊക്കെയാണ്. ഈ സർവീസസുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ യഥാർത്ഥ കസ്റ്റമേഴ്സിലേക്ക് എത്താനും അതിൽ നിന്ന് നമുക്ക് ബിസിനസ് കൊണ്ടുവരാനും കഴിയും. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേ സർവീസുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെയാണ് പ്രത്യേകമായി നിങ്ങളുടെ സർവീസ് സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് ഒരു യുണീക്ക് വാല്യൂ കിട്ടുക, അതൊരു പ്രധാനം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഇന്നെന്ന് സർവീസസ് ഉണ്ട് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സമയത്തും ആ സമയത്ത് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അഡ്മിഷനോ സ്കോളർഷിപ്പോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സർവീസിന് ആ സമയത്ത് സാധ്യതയുണ്ടാകും. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കോളർഷിപ്പ്, ഒരു സ്റ്റുഡൻസിൻ്റെ സ്കോളർഷിപ്പ് സമയമാണെങ്കിൽ ആ സ്കോളർഷിപ്പ് എന്താണെന്നും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും സ്കോളർഷിപ്പിന് മറ്റുള്ള എലിജിബിലിറ്റി, അതായത് ഇൻകം, അതുപോലെ തന്നെയുള്ള മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്നും അപ്ലൈ ചെയ്യേണ്ട വഴി എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ വഴി നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ഇങ്ങനെ വീഡിയോ വഴി എത്തിക്കുന്ന സമയത്ത് നമ്മൾ പല ദിവസങ്ങളിലായി പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ജനങ്ങളിൽ, പബ്ലിക്കിനകത്ത് നമ്മളോടൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ട്രസ്റ്റാണ് നാളെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ ഇത്തരമൊരു സർവീസ് ആവശ്യം വരുന്ന സമയത്ത് ഇത് സ്വന്തമായി ചെയ്യാൻ മടിയുള്ളവരാണ് സ്വാഭാവികമായും ഓൺലൈൻ സർവീസ് സെൻറ്റേഴ്സിനെ ആശ്രയിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, സ്ഥിരമായി നമ്മളിൽ നിന്ന് ഇങ്ങനെ പല സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായും ആ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവർക്കൊരു സർവീസ് ആവശ്യമുള്ള സമയത്ത് ഈ ഇൻഫർമേഷൻ തരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിലേക്ക്, നമ്മളെ ഫോളോ ചെയ്യും, നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് പോസ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. വീഡിയോ പരമാവധി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട്, ഇന്നൊരു പ്രശ്നം, ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ഉത്തരമായി, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാവുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആളായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് നിങ്ങളെ സോഷ്യൽ മീഡിയക്കകത്ത് മാറ്റാൻ വേണ്ടി കഴിയാം. അതേപോലെ നമ്മളുടെ പുതിയ സർവീസസുകൾ, നമ്മളുടെ ബിസിനസ്സിനകത്തേക്ക് ആഡ് ചെയ്യുന്ന പുതിയ സർവീസസുകളെ കുറിച്ച് നിരന്തരമായി നമ്മുടെ കസ്റ്റമേഴ്സിനകത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർവീസ് സെൻറ്ററിന് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സർവീസ് സെൻറ്ററിന് കൃത്യമായി അതിനെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്നതിനും അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിനകത്ത് കൃത്യമായി ആ സ്ഥാപനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അതിലൂടെ ബിസിനസ് കൊണ്ടുവരാനും കഴിയും. പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ